വെൽക്കം ടു ലേണിനോ. നമുക്കിന്ന് ക്രോമറ്റോഗ്രാഫിയുടെ കുറച്ച് MCQs നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, chromatography is a physical method that is used to separate and analyze. എന്തിനെ അനലൈസ് ചെയ്യാനാണ് ക്രോമറ്റോഗ്രാഫി യൂസ് ചെയ്യുക? സിമ്പിൾ മിക്സ്ചേഴ്സിനെ ആണോ, കോംപ്ലക്സ് മിക്സ്ചേഴ്സിനെ ആണോ, വിസ്കസ് മിക്സ്ചേഴ്സിനെ ആണോ, മെറ്റൽസിനെ ആണോ? എന്തിനെയാണ്? കോംപ്ലക്സ് മിക്സ്ചേഴ്സിനെ സെപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ ക്രോമറ്റോഗ്രാഫി യൂസ് ചെയ്യുക. അതായത് കോംപ്ലക്സ് ആയിട്ടുള്ള മിക്സ്ചറിൽ നിന്ന് അവരുടെ കമ്പോണന്റുകളെ, കളർ ഉള്ളതിനെ കളേർഡ് കോമ്പൗണ്ടിന്റെ അല്ലെങ്കിൽ കളർ ഇല്ലാത്തതിനെ കളർ കൊടുത്തുകൊണ്ട് സെപ്പറേറ്റ് ചെയ്യാനാണ് നമ്മൾ ക്രോമറ്റോഗ്രാഫി യൂസ് ചെയ്യുക. Second question, in which type of chromatography the stationary phase held in a narrow tube and mobile phase is forced through it under pressure? അതായത് ഒരു ട്യൂബിനുള്ളിൽ സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസ് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യുന്നത് ഏത് ക്രോമറ്റോഗ്രാഫിയിലാണ്? കോളം ആണോ, പ്ലെനാർ ആണോ, ലിക്വിഡ് ആണോ, ഗ്യാസ് ആണോ? ഇറ്റ് ഈസ് കോളം ക്രോമറ്റോഗ്രാഫി. നമ്മൾ പഠിച്ചതാണ്, ഒരു ട്യൂബിനകത്ത് സിലിക്കയോ അലുമിനിയോ കോട്ട് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ കോളം ക്രോമറ്റോഗ്രാഫിയുടെ സ്റ്റേഷനറി ഫേസ് എടുക്കുക. തേർഡ് ക്വസ്റ്റ്യൻ, ഇൻ ക്രോമറ്റോഗ്രാഫി the stationary phase can be dash supported on a solid. Stationary phase എന്താവാം? Solid or liquid, liquid or gas, solid only, liquid only. Correct answer is solid or liquid. In chromatography there are two phases, അതായത് stationary phase ഉണ്ട്, mobile phase ഉണ്ട്. Stationary phase എപ്പോഴും സോളിഡോ അല്ലെങ്കിൽ ലിക്വിഡ് സപ്പോർട്ടഡ് ഓൺ സോളിഡോ ആയിരിക്കും. Fourth question, in chromatography which of the following can be mobile phase made up? ഇതിനകത്ത് മൊബൈൽ ഫേസ് ഏതാണ്? സോളിഡ് ഓർ ലിക്വിഡ് ആണോ, ലിക്വിഡ് ഓർ ഗ്യാസ് ആണോ, ഗ്യാസ് ഒള്ളി ആണോ, ലിക്വിഡ് ആണ്? അത് ലിക്വിഡ് ഓർ ഗ്യാസ് ആണ്. അപ്പൊ മാറിപ്പോവരുത്, സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസ്. ഇത് ലിക്വിഡ് ഓർ ഗ്യാസ്. Fifth question, which of the following cannot be used as an adsorbent in column chromatography? കോളം ക്രോമറ്റോഗ്രാഫിയിൽ അഡ്സോർബന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തത്? മഗ്നീഷ്യം ഓക്സൈഡ്, സിലിക്ക ജെൽ, ആക്ടിവേറ്റഡ് അലൂമിനിയ, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇതിനകത്ത് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ആണ് നമുക്ക് അഡ്സോർബന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തത്. ബാക്കി എല്ലാവരും അഡ്സോർബന്റ് ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. Sixth question, which of the following types of chromatography involve separation of substance in a mixture over 0.2 millimeter thick layer of an adsorbent? ഗ്യാസ് ലിക്വിഡ് ആണോ, കോളം ആണോ, തിൻ ലെയർ ആണോ, പേപ്പർ ആണോ? അതായത് ഏത് ക്രോമറ്റോഗ്രാഫിയിലാണ് 0.2 millimeter തിക്ക് ലെയർ അഡ്സോർബന്റ്, അതായത് നമ്മളെ ഗ്ലാസ് സ്ലൈഡ് എവിടെയാണ് യൂസ് ചെയ്യുന്നത്? തിൻ ലെയർ ക്രോമറ്റോഗ്രാഫിയിൽ. അപ്പൊ ഇതിന്റെ ഉത്തരം തിൻ ലെയർ ക്രോമറ്റോഗ്രാഫി ആണ്. Then seventh question, chromatography cannot be used to purify volatile substance. True ആണോ, false ആണോ? volatile ചെയ്തു പോകുന്ന സബ്സ്റ്റൻസിനെ പ്യൂരിഫൈ ചെയ്യാൻ ക്രോമറ്റോഗ്രാഫി യൂസ് ചെയ്യാൻ പറ്റുമോ? അത് പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. അത് ഫോൾസ് ആണ്. ക്രോമറ്റോഗ്രാഫി നമുക്ക് വോളറ്റൈൽ സബ്സ്റ്റൻസിലും എല്ലാത്തിലും എന്ത് ചെയ്യാണ്? ആപ്ലിക്കബിൾ ആണ്. നമ്മൾ അങ്ങോട്ട് പഠിക്കുമ്പോൾ മനസ്സിലാവും. In column chromatography, the stationary phase is made of dash and mobile phase is made of dash. Column chromatography ലെ stationary phase ആരാണ്? സോളിഡ് ആണ് അല്ലെ? ഒരു ഗ്ലാസ് ട്യൂബിനകത്ത് അഡ്സോർബന്റ് കോട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. മൊബൈൽ phase is always liquid. Then ninth question, in thin layer chromatography, the stationary phase is made of dash and mobile phase is made of dash. തിൻ ലെയറിന്റെ കേസാണ്. തിൻ ലെയറിൽ സ്റ്റേഷനറി ഫേസ് സോളിഡ്, മൊബൈൽ ഫേസ് ലിക്വിഡ്. സ്റ്റേഷനറി ഫേസ് ഗ്ലാസ് പ്ലേറ്റ് കോട്ടഡ് വിത്ത് സിലിക്ക, മൊബൈൽ ഫേസ് is suitable solvent. Then 10th question, ion exchange chromatography is based on. എന്താണ് ion exchange chromatography? Electrical mobility of ionic species. ചാർജ് ഉള്ള പാർട്ടിക്കിളിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ക്രോമറ്റോഗ്രാഫി ആണ് അയോൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രാഫി എന്ന് പറയുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ക്രോമറ്റോഗ്രാഫിയുടെ ബേസിക് പാർട്ടിൽ നിന്ന് ചോദിക്കുന്നത്. ഓക്കെ, താങ്ക് യു.